ഹലോ, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചിക്കൻ കറി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ റെസിപ്പി ഒന്ന് ഇട്ടേക്കാമെന്ന് കരുതി. അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം ചെയ്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വെള്ളം ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ അടുപ്പിനകത്ത് വേവിച്ചെടുത്തു. പക്ഷേ കുക്കർ വിസിലൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. വിസിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിക്കനും ഒരുപാട് വെന്ത് പോകും. അതുകൊണ്ട് ഞാനതൊന്ന് പുഴുങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തത്, പിന്നെ നമ്മുടെ നാടൻ വിഷമൊന്നും ചേരാത്ത കുറച്ച് കറിവേപ്പിലയും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെത്ര എടുത്തതിന് ശേഷം നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ ഞാൻ മൂപ്പിച്ചെടുക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഞാൻ വെന്തോന്നൊന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് നോക്കണമല്ലോ. അങ്ങനെ ചിക്കൻ റെഡി ആയോ എന്ന് ഇടയ്ക്ക് ഒന്ന് നോക്കുന്നുണ്ട്. എടുത്ത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് നോക്കുന്നുണ്ട് ഇടയ്ക്ക്. അത് നന്നായിട്ട് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇട്ടു. അപ്പോൾ അത് വേവുന്ന സമയത്ത് നമ്മുടെ അടുപ്പിൽ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മുടെ സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ സവാളയ്ക്കകത്ത് ഇടുന്നുണ്ട്. സവാള അത്യാവശ്യം ഉപ്പിടുമ്പോഴേക്കും പെട്ടെന്നൊന്ന് മൂത്ത് വരുമല്ലോ. അങ്ങനെ അതൊന്ന് സവാള നല്ല ബ്രൗൺ നിറമാണ്, അത്യാവശ്യം നല്ല വഴണ്ടി വരണം കേട്ടോ. അതുവരെ ഒന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ ചിക്കൻ നമ്മുടെ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് സവാള അത്യാവശ്യം വഴണ്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുവാണ്. അത് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ആ സവോളയും മസാലയും കൂടെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാല എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുത്ത് നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം കുറച്ച് മതി, ഒന്ന് പരട്ടിയെടുക്കാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അത്യാവശ്യം വെള്ളം ചേർത്താണ് വെക്കുന്നത്. അതിനുശേഷം അടുപ്പിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്ത് വെച്ചാൽ ഇടയ്ക്ക് ഞെരിച്ച് തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചേർത്ത് വെച്ചാൽ നമ്മുടെ ചിക്കൻ കറി, നമ്മൾ ഉരുളക്കിഴങ്ങ് ചിക്കൻ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ